ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ബിഗിനേഴ്സിന് മാത്രമല്ല, ഇത് ഓൾസോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസും ആണല്ലോ എല്ലാത്തിനും ഉള്ളത്. എന്നാൽ അത്യാവശ്യം നമ്മൾ എന്ത് റിസൾട്ട് ആണോ അതിൽ നിന്ന് വിചാരിക്കുന്നത്, അത് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ടോണർ ആണ്. ടോണർ ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന ടോണറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് ടോണർ പുറത്തുനിന്ന് വാങ്ങി എന്തിൻ്റെ ആയാലും യൂസ് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ റൈസ് വാട്ടർ ടോണറാണ്. ഞാനത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മോർണിംഗും അതുപോലെ തന്നെ നൈറ്റും സ്കിന്നിൽ അപ്ലൈ ചെയ്യും. സോ ഞാൻ ഉപയോഗിക്കുന്ന ടോണർ റൈസ് വാട്ടർ ടോണറാണ്. പിന്നെ ഫേസ് വാഷ് വന്നിട്ട് ഒന്ന് ഡോട്ട് ആൻഡ് കീന്റെ ഫേസ് വാഷ് ആണ്. ഇത് വിറ്റാമിൻ സി സൂപ്പർ ബ്രൈറ്റ് ജെൽ ഫേസ് വാഷ് ആണ്. ഇതെനിക്ക് ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇതിൽ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് എഴുതിയേക്കണം. ബട്ട് നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ഇത് കുറച്ച് ജെൽ ഫേസ് വാഷ് ആയതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആക്കത്തില്ല. നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു ഭയങ്കര ഡ്രൈ ആക്കത്തില്ല. ഒരു ജെൽ കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഓയിൽ അധികം കളയാതെ ഇത് കിട്ടും നമുക്ക്. സോ എനിക്ക് ഇതിഷ്ടമാണ്, ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതൊന്ന്. പിന്നെ നെക്സ്റ്റ് ഒരു ഫേസ് വാഷ് വന്നിട്ട് ഈ ഗാർണിയറിൻ്റെയാണ്. ഞാൻ എല്ലാം വിറ്റാമിൻ സി ഉള്ള പ്രൊഡക്ട്സേ യൂസ് ചെയ്യുള്ളൂ. കാരണം എൻ്റെ ഫേസിൽ പെട്ടെന്ന് സൺടാൻ അടിക്കും. സോ ഞാൻ വിറ്റാമിൻ സി ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അതിനെനിക്ക് ഒരു പരിധി വരെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇല്ല, എനിക്ക് നന്നായിട്ട് തന്നെ സൺടാൻ പോവാറുണ്ട് ഈ വിറ്റാമിൻ സി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വിറ്റാമിൻ സി ഗാർണിയറിൻ്റെ ഫേസ് വാഷ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഓൾ സ്കിൻ ടൈപ്പ് ആണ് ഇത് യൂസ് ചെയ്യാം. ബട്ട് എനിക്ക് കൂടുതൽ തോന്നിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്താൽ നന്നായിട്ട് ഓയിൽ പോകും. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും തന്നെ പറയാം. സോ നന്നായിട്ട് ഓയിൽ ഇത് കളയും നമ്മുടെ സ്കിന്നിലെ. സോ ഞാൻ ഈ ഗാർണിയറുടെ ഫേസ് വാഷ് ഓയിൽ സ്കിന്നിനും ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ ഫേസ് വാഷ് ഡ്രൈ സ്കിന്നുകാർക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും സൂപ്പർ ഫേസ് വാഷാണ്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് ആണ്. സോ ഒരു നല്ല മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ സ്കിൻ കെയറിൽ മോയ്സ്ചറൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്താലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഹൈഡ്രേഷൻ ഫീൽ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പോലും മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു കേക്കി എഫക്റ്റ് വരും. ഫൗണ്ടേഷനും അതുപോലെ കൺസീലറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കേക്കി എഫക്റ്റ് വരും. സോ മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിതൊരു 4 മോയ്സ്ചറൈസർ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് ഇതെല്ലാവർക്കും അറിയായിരിക്കും, പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ്. ബിഗിനേഴ്സിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ഈ പോൺസിന്റെ തന്നെയാണ്. അത്യാവശ്യം ഹൈഡ്രേഷനും ഉണ്ട്. ഒരു മോയ്സ്ചറൈസറിന്റെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് നല്ലതാണ്. സോ സെക്കൻഡ് വൺ വന്നിട്ട് ഹയർ ഡ്വീ റേഡിയൻസ് സെറമിൻ ലോഷൻ ആണ്. ഇതൊരു ലോഷൻ ടൈപ്പിൽ തന്നെയാണ് ഉള്ളത്. ഭയങ്കര ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ്. ബട്ട് ഇത് നൈസാണ്. നമുക്കൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസർ ആയിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ഓൾസോ നമുക്ക് ബോഡിയിലും യൂസ് ചെയ്യാം, ഫേസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണിത്. യൂഷ്വലി ഞാനിത് എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യാൻ നേരത്ത് ഇത് മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണ്. പിന്നെ തേർഡ് വൺ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഞാനിതൊരു 4 ഇയേഴ്സ് അടുത്തായി യൂസ് ചെയ്ത് എൻ്റെ സ്കിന്നിലുണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആക്കാനായിട്ട് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു 495 റുപ്പീസ് ഉണ്ട്. നമുക്കിത് ഓഫറിൽ 380 370 അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. ബട്ട് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നമ്മളിപ്പോൾ എന്ത് യൂസ് ചെയ്തില്ലെങ്കിൽ ഈ സെറംസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, സെറം യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മോയ്സ്ചറൈസർ. ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പാതി പ്രോബ്ലംസ് പോകുമെന്ന് ഞാൻ പറയും. ഞാനിത് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യും. സോ എനിക്കിഷ്ടമാണ്, നല്ല. സോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഫേസ് സെറം യൂസ് ചെയ്യണം. നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ആക്നേസ് ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സെറം, ഡൾനെസ് ആണെങ്കിൽ അതിന് പറ്റിയ സെറം, ഇതിന് കൂടെ ബ്രൈറ്റ് ആക്കണമെങ്കിൽ അതിന് പറ്റിയ സെറം. അങ്ങനെ നമ്മുടെ സ്കിൻ കൺസേൺസ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം സെറംസ് യൂസ് ചെയ്താൽ മതി. സോ ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ പറഞ്ഞില്ലേ ടാൻ പെട്ടെന്ന് വരുന്നത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെറാണ്. ആ ടാൻ കുറച്ച് പോകാനായിട്ട് ഞാൻ ഈ വിറ്റാമിൻ സി ഡോട്ട് ആൻഡ് കീൻ്റെ തന്നെയാണിത്. ഈ വിറ്റാമിൻ സി സെറം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് എന്താ പറയുക, എനിക്ക് ഇഷ്ടമാണ്. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് ഡാർക്ക്നെസ് കുറച്ച് ഫെയ്ഡ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. 2 വിറ്റാമിൻ സി സെറംസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഡോട്ട് ആൻഡ് കീൻ്റെ ഈ വിറ്റാമിൻ സി സെറാണ്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ ഗാർണിയറിൻ്റെ
ബ്രൈറ്റ് കോംപ്ലക്സ് വിറ്റാമിൻ സി സെറം തന്നെയാണ്. സോ ഇത് ഞാനിങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാറുള്ളത്. സോ ആക്നീസ് ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ, എൻ്റെ ഫേസിൽ ആക്നീസ് ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സെറമാണ് നമ്മുടെ ഡെർമാക്കോയുടെ ഈ ഒരു സാലിസിലിക് ആസിഡ്, 2% സാലിസിലിക് ആസിഡ് ആണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന 2 സൺസ്ക്രീൻ പറഞ്ഞു തരാം. ഒന്ന് വന്നിട്ട് ഈ ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീം ആണ്. ഇതൊരു നല്ല സൺസ്ക്രീമാണ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ച് മാറ്റ് ഫിനിഷ് ആക്കും. സോ എനിക്കിത് ഇഷ്ടമാണ്. ഞാൻ ഹെവി വെയിൽ, ഇപ്പോൾ ഒരു ഉച്ചക്കൊക്കെയാണ് പുറത്ത് പോകുന്നതെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യും. നല്ല സൺസ്ക്രീമാണ്. ഞാൻ രാത്രിയും രാവിലെയും എവിടെ പോയാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്കറിയാം അതിൻ്റെ യൂസ് എന്താണെന്ന്. സോ ഞാൻ ഡെഫിനറ്റ്ലി ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഹെവി ആയിട്ട് ഞാൻ വെയിലത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീമാണ്. എന്നുവെച്ചാൽ ഉച്ചക്ക് അങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യും. കാരണം എനിക്ക് അത്ര മാറ്റായിട്ട് സ്കിൻ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ഗ്ലോയി ആയിട്ട് വേണം. സോ ഒരു മാറ്റ് ഫിനിഷ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ദിസ് വൺ. ഇതൊരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീമാണ് ഈ ഡോട്ട് ആൻഡ് കീൻ്റെ വിറ്റാമിൻ C+E സൺസ്ക്രീൻ. എനിക്ക് ഡോട്ട് ആൻഡ് കീൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇഷ്ടമാണ്. കാരണം ഞാനത് യൂസ് ചെയ്തിട്ട് ഒന്നും എനിക്ക് സ്കിന്നിൽ അലർജീസോ റാഷസോ പിമ്പിൾസ് അങ്ങനെ ഒന്നും എനിക്ക് വന്നിട്ടില്ല. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാറ്റ് ഫിനിഷ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കും. രാത്രിയൊക്കെ പുറത്ത് പോകുമ്പോഴും അല്ലെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഈ സൺസ്ക്രീൻ ഇടും. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോയി ആയിട്ടിരിക്കും. ഫോർ എൻജയർ ഡേ, ഒരു ഡേ ഫുൾ അങ്ങനെ തന്നെ നല്ല ഗ്ലോയി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓൾസോ ഇതിൽ SPF+, SPF 50+, PA++ ഉണ്ട്. നന്നായിട്ട് സൺ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീമാണ്. സോ ഇതെനിക്ക് ഇഷ്ടമാണ്. നെക്സ്റ്റ് നമ്മുടെ ഫേസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ലിപ്പിനെയും പ്രൊട്ടക്ട് ചെയ്യണം. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺ ടാൻ അടിച്ച് നമ്മുടെ ലിപ്പിലും പിഗ്മെന്റേഷൻ വന്നേക്കാം. സോ നല്ല ഒരു ലിപ് ബാം ആണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ഡീകൺസ്ട്രക്റ്റിന്റെ ഒരു ലിപ് ബാം ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇതിൽ SPF ഉണ്ട്. സോ ഒരു SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു ടിൻറ്റഡ് അല്ല, കാണത്തില്ലേ, ഇതൊരു ടിൻറ്റഡ് ലിപ് ബാം അല്ല. സോ ഒരു SPF ഉള്ള ലിപ് ബാം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഈ ഡീകൺസ്ട്രക്റ്റിന്റെ ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. സോ ഇത് നമ്മുടെ ലിപ്പിലെ ഡാർക്ക്നെസ് നന്നായിട്ട് ഫെയ്ഡ് ആക്കും. കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലിപ്പിലെ ഡാർക്ക്നെസ് ഫെയ്ഡ് ആക്കും. സോ ഒരു ടിൻറ്റഡ് ലിപ് ബാം നോക്കുന്നില്ലെങ്കിൽ ഈ ഡീകൺസ്ട്രക്റ്റിന്റെ ഈ ഒരു ലിപ് ബാം നൈസാണ്. നെക്സ്റ്റ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാം ആണ്. ബാരിയർ റിപ്പയർ, സെറാമൈഡ് പ്ലസ് പെപ്റ്റൈഡ്സ് ഉള്ളൊരു ലിപ് ബാം ആണ്. ഇതെന്ന് പറഞ്ഞൊരു ടിൻറ്റഡ് ലിപ് ബാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു കൈൻഡ് ഓഫ് ടിൻറ്റഡ് ലിപ് ബാം കണ്ടോ. ഇത്രയും പിഗ്മെന്റഡ് ആണ് കേട്ടോ, നല്ല പിഗ്മെന്റഡ് ആണ്, ടിൻറ്റഡ് ആണ്. അപ്പൊ സോ നല്ലൊരു ലിപ് ബാം ആണ് ഇത്. ഡോട്ട് ആൻഡ് കീയുടെ റെഡ് റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. സോ നല്ലൊരു ലിപ് ബാം ആണ്, ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മളത് ചെയ്യുക. സോ ഡു സ്കിൻ കെയർ. എല്ലാ ദിവസവും നമ്മൾ സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ കേട്ടോ, അവരുടെ സ്കിന്നിൽ ഗ്ലോയി ആയിട്ടിരിക്കുന്നു, ഇവരുടെ സ്കിൻ ഫെയർ ആയിട്ടിരിക്കുന്നു എന്നൊക്കെ ആലോചിക്കില്ലേ. സോ നമ്മുടെ സ്കിൻ നമുക്ക് അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. ബട്ട് കണ്ടിന്യൂസ്ലി ഡു സ്കിൻ കെയർ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല വീഡിയോസ് ഒക്കെ ഇട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് വരാം. സോ ബൈ.